നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വൈദ്യുതീകരണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്ത ചെങ്കോട്ട പുനലൂർ റെയിൽപാതയിലെ തുരങ്കങ്ങളിൽ വൻ ചോർച്ച കണ്ടെത്തിയ ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ നടപടികൾ തുടങ്ങി. നേരത്തെ വിവിധ തുരങ്കങ്ങളിലായി കണ്ടെത്തിയ 36 മീറ്ററിലെ ചോർച്ചയെ തുടർന്ന് വൈദ്യുതി ലൈനിന് മുകളിൽ ലോഹ ഷീറ്റുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ കാലവർഷം കടുത്തതോടെ തുരങ്കങ്ങളിൽ 15 മീറ്റർ ഭാഗത്തുകൂടി പുതുതായി ചോർച്ച കണ്ടെത്തി. ഇവിടെയും ഷീറ്റുകൾ സ്ഥാപിക്കും. തമിഴ്നാട് അതിർത്തിയിലെ 896 മീറ്റർ നീളമുള്ള ഒരു വശം കേരളവും മറുവശം തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന തുരങ്കമാണിത്. 1.25 നൂറ്റാണ്ടിന് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ തുരങ്കം. കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾ ഓടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ തന്ത്രപ്രധാന പാതയായി ഇത് മാറും. അപ്പോൾ തുരങ്കങ്ങളിൽ വെള്ളം ചോർന്ന് തടസ്സം നേരിട്ടാൽ വൈദ്യുത ട്രെയിൻ ഗതാഗതത്തെ പ്രശ്നം പ്രതികൂലമായി ബാധിക്കും. അതിനാലാണ് തുരങ്കങ്ങളിലെ ഷോർട്ട് സർക്യൂട്ട് പ്രതിരോധ മാർഗങ്ങൾക്ക് റെയിൽവേ മുന്തിയ പരിഗണന നൽകുന്നത്. അപകടകരമായ നിലയിൽ നിൽക്കുന്ന 147 മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരുന്നെങ്കിലും ഇവ പൂർണ്ണമായി മാറ്റിയിരുന്നില്ല. ഈ മാസം 13-ന് ചെങ്കോട്ട ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി പ്രവഹിപ്പിച്ച് പുനലൂർ ചെങ്കോട്ട പാതയിൽ എഞ്ചിൻ ട്രയൽ റൺ നടത്തിയിരുന്നു. ഇനി റെയിൽവേയുടെ നയപരമായ തീരുമാനമുണ്ടായാൽ 14 കോച്ചുകൾ ഘടിപ്പിച്ച ട്രെയിൻ ഉപയോഗിച്ച് പരീക്ഷണ ഓട്ടവും നടത്തും.